വെൽക്കം ടു ലവ്ലിമിൻ അക്കാഡമി. ലവ്ലിമിൻ അക്കാഡമിയുടെ വിവിധ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈബർ ലോ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ലോ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സൈബർ ലോ എന്ന് വിളിക്കാം. സൈബർ ലോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സൈബർ സ്പേസ്. ഇന്ന് നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് സൈബർ സ്പേസിനെ കുറിച്ചാണ്. വാട്ട് ഈസ് സൈബർ സ്പേസ്? സൈബർ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ സൈബർ സ്പേസ് ചിലപ്പം ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കുന്നത് 4 മാർക്കിനോ 2 മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ടൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയായിരിക്കും. സൈബർ സ്പേസ് എന്ന ടേം ആരാണ് ആദ്യമേ ഉപയോഗിച്ചത്, ആരാണ് അതിനെ ആദ്യമായി കൊണ്ടുവന്നത്? സോ സൈബർ സ്പേസ് ഈസ് എ ടേം കോയിൻഡ് ബൈ ദ സയൻസ് ഫിക്ഷൻ ഓതർ വില്യം ഗിബ്സൺ. വില്യം ഗിബ്സൺ ആണ് ആദ്യമായി അദ്ദേഹത്തിന്റെ ബുക്കിന്റെ നെയിം ഇവിടെ കൊടുക്കുന്നുണ്ട്. നെക്രോമാൻസർ എന്ന് പറഞ്ഞ ബുക്കിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സൈബർ സ്പേസ് എന്ന ടേം കൊണ്ടുവരുന്നത്. ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരു വാൾ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സ് അവൈലബിൾ ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഒരു വാൾ റിസോഴ്സ് അവൈലബിൾ ആവുന്നതിന് നമുക്ക് എന്ത് പറയാം എന്ന് വില്യം ഗിബ്സൺ ആ ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, ആഫ്റ്റർ ഈ ഒരു പബ്ലിക്കേഷന് ശേഷം നമുക്കറിയാം ഏതൊരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു വേർഡിന് ശേഷവും പുതുതായിട്ട് വരുന്ന വേർഡുകളെല്ലാം വളരെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ അന്ന് ആ ബുക്കിൻ്റെ പബ്ലിക്കേഷന് ശേഷം ദ വേർഡ് സൈബർ സ്പേസ് ബിക്കം ദ മെയിൻ സ്റ്റേ ഇൻ മെനി ഇംഗ്ലീഷ് ഡിക്ഷണറീസ്. ഒരുപാട് ഇംഗ്ലീഷ് ഡിക്ഷണറീസിലെല്ലാം ഈ സൈബർ സ്പേസ് എന്ന വേർഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ത്യൻ സൈബർ സ്പേസിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ വേൾഡ് വൈഡിൽ എന്താണ് സൈബർ സ്പേസ് എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യൻ സൈബർ സ്പേസിലേക്ക് വരുമ്പോൾ വാസ് ബോൺ ഇൻ 1975. ഇന്ത്യയിലെ സൈബർ സ്പേസ് എന്നാണ് വരുന്നത് 1975 വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NICയുടെ എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടിയാണ് സൈബർ സ്പേസ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആൻഡ് വിത്ത് ആൻ എയിം ടു പ്രൊവൈഡ് ഗവൺമെന്റ് വിത്ത് ദ IT സൊല്യൂഷൻ. ഗവൺമെന്റിന്റെ ഒപ്പം IT സൊല്യൂഷൻ കൊടുക്കുക എന്ന എയിമോട് കൂടിയാണ് ഇത് വന്നത്. അപ്പോൾ നമ്മുടെ സൈബർ സ്പേസിന് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. എന്തൊക്കെയാണ് സൈബർ സ്പേസ് എന്ന ടേം നമുക്ക് മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഇതിന് ഒരു വേൾഡ് വൈഡുമായിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പറയാം ഇതൊരു വിർച്വൽ സ്പേസ് ആണ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇതിന് ഇല്ല. പിന്നെ ഇതിന്റെ ടേം ആദ്യമായി കോയിൻ ചെയ്തത് സയൻസ് ഫിക്ഷൻ ഓതറായ വില്യം ഗിബ്സന്റെ ബുക്കായ നെക്രോമാൻസർ എന്ന ബുക്കിലൂടെയാണ്. അതിൽ അദ്ദേഹം എന്താണ് നമ്മുടെ ഒരു ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു വേൾഡ് വൈഡ് അവൈലബിൾ ആണെന്ന് എങ്ങനെയാണെന്ന് അതിൻ്റെ റിസോഴ്സ് കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഈ ഒരു പബ്ലിക്കേഷന് ശേഷം വേൾഡ് സൈബർ സ്പേസ് ബിക്കെയിം ദ മെയിൻ സ്റ്റേ ഇൻ ദ മെനി ഇംഗ്ലീഷ് ഡിക്ഷണറി. ഒരുപാട് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലൊക്കെ മെയിൻ സ്റ്റേ ആയിട്ടത് മാറി. അതിനുശേഷം ഇന്ത്യയുടെ സൈബർ സ്പേസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. 1975 ഇന്ത്യയിലേക്ക് വരുന്നത്. എങ്ങനെയാണ്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NIC വന്നതോടുകൂടിയാണ് ഈ ഒരു 1975 സൈബർ സ്പേസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. അടുത്തത് ഇത് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സൈബർ സ്പേസിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ആസ് പെർ ദ സൈബർ സ്പേസ് മീനിങ്, സൈബർ സ്പേസ് ഈസ് വിർച്വൽ സ്പേസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ? സൈബർ സ്പേസിനെ നമുക്ക് എങ്ങനെ പറയാമെന്ന് പറഞ്ഞു? വിർച്വൽ സ്പേസ് ആണ് പറയാമെന്ന് പറഞ്ഞു. സോ സ്പേസ് വിത്ത് നോ മാസ്, ഇതിന് മാസ് ഇല്ല, ഗ്രാവിറ്റി ഇല്ല, ഓർ ബൗണ്ടറീസ് ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് ദ ഇന്റർകണക്റ്റഡ് സ്പേസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ് ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റമോ അതുപോലെ നെറ്റ്വർക്കോ ആയിട്ട് വളരെ ഇന്റർകണക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട്. ആ പിക്ചറിൽ പറയുന്നു ലാപ്ടോപ്പിൻ്റെ ഒരു പിക്കുണ്ട്, മൊബൈൽ ഫോണുണ്ട്, അതുപോലെ അകത്തൊരു ക്ലൗഡ് ഉണ്ട്. അപ്പം ഇതുമായിട്ടെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ക്ലൗഡിൽ നിന്ന് കൊടുക്കുന്ന ഇന്റർനെറ്റ് കണക്ഷനിലൂടെയാണ് ഈ ലാപ്ടോപ്പും മൊബൈലും എല്ലാത്തിനും കണക്ഷൻ കിട്ടി നമ്മൾ എന്താക്കുന്നത്, നമുക്കൊരു സൈബർ സ്പേസ് ആവുന്നത്. ഓക്കെ, cyberspace refers to the virtual space that provides infrastructure, the electronic medium, and related elements necessary for online global communication. ഓൺലൈൻ്റെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈബർ സ്പേസ് എന്ന മീനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പാർട്ടാണ് നോക്കാനുള്ളത്. സൈബർ സ്പേസിനെ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു ഡിഫൈൻ ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ഡിഫൈൻ ആസ് ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം? ഇൻട്രിക്കേറ്റ് എൻവയോൺമെന്റ് ദാറ്റ് ഇൻവോൾവ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ, സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ്. ഇതൊരു ഇൻട്രിക്കേറ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ആ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് അതിൽ വരുന്ന ഇൻട്രാക്ഷനുകൾ, പീപ്പിൾ തമ്മിലുള്ള ഇൻട്രാക്ഷനുകൾ, സോഫ്റ്റ്വെയർസ് തമ്മിൽ അത് കൊടുക്കുന്ന സർവീസുകൾ. സോ ഇതെല്ലാം തന്നെ ഇവിടെ വരും. നമ്മുടെ സൈബർ സ്പേസ് എന്ന വേർഡിനെ നമുക്ക് ഡിഫൈൻ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ ദ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്ക്. ഇതൊരു വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനകത്തൂടെ നമുക്ക് എവിടെ ഇരുന്ന് വേണ്ടും ബോർഡർലെസ് ആയിട്ട് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതുപോലെ ന്യൂ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷിലും സൈബർ സ്പേസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നു. ന്യൂ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് പ്രൊവൈഡ് സൈബർ സ്പേസ് ഡെഫിനിഷൻ ആസ് the notional environment used by the people to communicate over network of the computer. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
മനുഷ്യരെ പീപ്പിൾ ഒരു നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിസ്ഥിതിയെ അത്തരത്തിലൊരു പരിസ്ഥിതി നമുക്ക് എന്ത് പറയാമെന്നാണ് അതിൽ പറയുന്നത് സൈബർ സ്പേസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, ഡെഫിനിഷൻ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ട ഒരെണ്ണമാണ് സൈബർ സ്പേസിൻ്റെ ഹിസ്റ്ററി. നമ്മൾ ഒരുവിധം സൈബർ സ്പേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഇനി ഹിസ്റ്ററി എങ്ങനെയാണ്, ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് നോക്കണം. ഓക്കെ, സൈബർ സ്പേസിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എയർലി ഫൗണ്ടേഷനിൽ നോക്കുമ്പോൾ 1940 1960 കാലഘട്ടങ്ങളിൽ ഇനിഷ്യൽ ഫൗണ്ടേഷൻ സൈബർ സ്പേസിൽ നടന്നത് ക്രിയേറ്റഡ് ടുഗദർ ദ ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്കിലൂടെയാണ്. നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഒരു വലിയ റൂമിൻ്റെയൊക്കെ അത്രയും വലിപ്പം ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളെയാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലെ കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മൾ നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നു. അന്ന് കണ്ടുപിടിച്ചൊരു അപ്പാർ നെറ്റ് എന്ന് പറഞ്ഞൊരു നെറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലൊരു സൈബർ സ്പേസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് എയർലി ഫൗണ്ടേഷനിലൊന്നും നടന്നില്ല. അതിൻ്റെ ഫൗണ്ടേഷൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനോടൊപ്പം നെറ്റ്വർക്കിനോടൊപ്പം വന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ഓക്കെ, 1940 60 കാലഘട്ടങ്ങളിൽ വളരെ ഡെവലപ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല സൈബർ സ്പേസിന്. സൂപ്പർ കമ്പ്യൂട്ടറുകളൊപ്പം തന്നെ ഉണ്ടായ നെറ്റ്വർക്കായ അപ്പാർ നെറ്റ് വഴിയാണ് നമുക്കന്ന് സൈബർ സ്പേസ് ലഭ്യമായിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തതാണ് ദ ടേം സൈബർ സ്പേസ്. 1982 ടേം സൈബർ സ്പേസ്, സൈബർ കൾച്ചർ, സൈബർ പങ്ക് എന്നൊക്കെ അവിടെ അന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. ഫസ്റ്റ് യൂസ് ബൈ ദ അമേരിക്കൻ കനേഡിയൻ സയൻസ് ഫിക്ഷൻ ഓതർ നമ്മൾ പറഞ്ഞു വില്യം ഗിബ്സൺ 1982 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ബേണിംഗ് ക്രോം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറി. ആൻഡ് ദെൻ ഇൻ ഹിസ് നോവൽ നെക്രോമാൻസർ, നമ്മൾ പറഞ്ഞ നോവലായ നെക്രോമാൻസർ 1984 ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അതിലൊക്കെ ഈ പറഞ്ഞ ടേമുകളാണ് യൂസ് ചെയ്തൊക്കെയാണ് സൈബർ സ്പേസ്, സൈബർ കൾച്ചർ, സൈബർ പങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡുകളെല്ലാം അമേരിക്കൻ കനേഡിയൻ സയൻസ് ഫിക്ഷൻ ഓതറായ വില്യം ഗിബ്സൺ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയായ ബേണിംഗ് ടോമിലും അതുപോലെ നോവലായ നെക്രോമാൻസറിലും പറഞ്ഞിരുന്നു. 1984 ഇത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം കോമൺ ആയിട്ട് പലയിടത്തും ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റിക്കെല്ലാം നമ്മൾ സൈബർ സ്പേസിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അടുത്തൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ 1980 90 കാലഘട്ടത്തിൽ സൈബർ സ്പേസ് became the part of people's lives with the technology such as the World Wide Web by Tim Berners-Lee and the personal computers. 1980 60 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സൈബർ സ്പേസ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ WW ആരും ഡെവലപ്പ് ചെയ്തെടുത്തു? ടിം ബേർണേഴ്സ്-ലീ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ when the WWW developed, the internet emerged as the web. Millions of computers around the world that provide access to information started a global communication system and became the world's largest marketplace. അങ്ങനെ ഇതൊരു വേൾഡിന് തന്നെ ലാർജസ്റ്റ് മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നമ്മുടെ സൈബർ സ്പേസ് ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി നമുക്കൊരു വേൾഡ് മാർക്കറ്റ് തന്നെ ഡെവലപ്പ് ചെയ്യാൻ 1980 90 കാലഘട്ടത്തിൽ സാധിച്ചു. ഓക്കെ, അടുത്തൊരു മാറ്റമാണ് എക്സ്പാൻഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ. 1990 2000 കാലഘട്ടങ്ങളിൽ ഇൻ്റർനെറ്റ് വീണ്ടും ഡെവലപ്പ് ചെയ്തപ്പോഴേക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു അവൈലബിലിറ്റി ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വന്നു. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുക അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കുകൾ വന്നു ആൻഡ് മൾട്ടിമീഡിയ കണ്ടൻറ്റുകൾ വന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു പീരീഡ് നമുക്ക് ഒരു ഡിജിറ്റൽ ഡൊമൈൻ became a part of the people's daily lives and indeed of ബിസിനസ്സിൻ്റെയും പീപ്പിളിൻ്റെയും പാർട്ടായി ആ ഒരു കാലഘട്ടം മാറി. 1990 2000 കാലഘട്ടം മാറി എന്ന് തന്നെ പറയാൻ പറ്റും. അതിനുശേഷമാണ് 1990 2000 ശേഷം 2000 മുതൽ അന്ന് ഇപ്പോൾ കാണുന്ന ഈ പ്രസൻറ്റ് വരെ മൊബൈൽ ആൻഡ് സോഷ്യൽ മീഡിയയും ന്യൂ മീഡിയാസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് കാലഘട്ടമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളും അതുപോലെ ബാക്കി മൊബൈൽ ഗാഡ്ജറ്റുകളും അതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഇൻ്റർനെറ്റ് വഴി വർദ്ധിക്കുകയും അതുപോലെ ഒരു മാർക്കറ്റ് അതിൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് വേൾഡ് വൈഡ് ആവും, അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ യൂണിവേഴ്സൽ ആവുകയും ചെയ്തു. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്തൊക്കെ വന്നത്? ഫേസ്ബുക്ക് വന്നു, ട്വിറ്റർ വന്നു, ഇൻസ്റ്റഗ്രാം വന്നു. ഇൻസ്റ്റഗ്രാം നമുക്കറിയാം ഇപ്പോഴും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അതിനുശേഷം പലതും വന്നു, സ്നാപ്ചാറ്റ് പോലത്തെ ആപ്പുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി സോഷ്യൽ മീഡിയ ആപ്പുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരികയും ഡെവലപ്പ് ആവുകയും പീപ്പിൾ കൂടുതലായി ഓൺലൈനായിട്ട് സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് സൈബർ സ്പേസിൽ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഒരു സൈബർ സ്പേസിൻ്റെ കമ്പോണൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സൈബർ സ്പേസിൻ്റെ കമ്പോണൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും
ഇൻ്റർനെറ്റാണ് മെയിൻ ഘടകം അല്ലേ. ഒരു സൈബർ സ്പേസിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് തന്നെയാണ്. ഒരു സൈബർ സ്പേസിന് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നത് ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി തന്നെയാണ്. അപ്പം അതിലൂടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിലി ആക്കാനും കൂടുതൽ ഇൻഫർമേഷൻ അതുപോലെ ബിസിനസ് പ്ലാറ്റ്ഫോമുകളൊക്കെ തുറക്കാനും നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റിന് സൈബർ സ്പേസിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു മിക്സർ രൂപത്തിലാണ് സൈബർ സ്പേസിലേക്ക് വരുന്നത്. അതിനകത്ത് വെബ്സൈറ്റ്സ് ഉണ്ട്, മെസ്സേജസ് സെൻഡ് ചെയ്യുന്ന സ്റ്റഫുകളുണ്ട്, എൻ്റർടൈൻ പർപ്പസിന് ആവശ്യമായ ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്കുകളുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സഡ് വേർഷനാണ് നമ്മുടെ ഇൻ്റർനെറ്റിലൂടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് സൈബർ സ്പേസിൽ കിട്ടുന്നത്. ഓക്കെ, അടുത്തതാണ് ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ഗ്യാരണ്ടീസ് ദ മാഗ്നറ്റിക് കണക്ഷൻ ഓഫ് ദ പീപ്പിൾസ് ഓഫ് സൈബർ സ്പേസ്. സൈബർ സ്പേസിലെ ഒരു മാഗ്നറ്റിക് കണക്ഷനാണ് എന്ത് ഡാറ്റ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് റഷിംഗ് ഓവർ ദ നെറ്റ് അറ്റ് ബില്യൺസ് ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ഡാറ്റ ആസ് എ വോൾ ഹാസ് മെനി ഡിഫറെൻറ്റ് ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇമേജസ്, വീഡിയോസ് ഓർ ഫയൽസ്. നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ ഫോണിലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിന് നമുക്ക് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ള ഫയൽസുകൾ, വീഡിയോസ്, ഇമേജസ്, റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പല ഫോർമാറ്റുകളായിരിക്കും ഡാറ്റയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാകും. അപ്പം അങ്ങനത്തെ ബില്യൺസ് ഓഫ് ഡാറ്റാസ് പീപ്പിളിന് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാക്കി കൊടുത്തത് എങ്ങനെയാണ്? സൈബർ സ്പേസിലൂടെയാണ്. ഓക്കെ, അടുത്തതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് എ വെർച്വൽ വേൾഡ് that exists in the form of digital as well as online platform that provide the service as well as resources via active interaction, such a digital suitcase incorporating social media and search platform as well as a cloud storage and online marketplace is the built block of the framework of the digital world. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്ന ഓൺലൈൻ സിസ്റ്റം അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം തന്നെ ഒരു ആക്റ്റീവ് ഇൻ്ററാക്ഷൻ ഈ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൈബർ സ്പേസിലേക്ക് വന്നതുകൊണ്ട് പറ്റുന്നു. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഓൺലൈനിലൂടെ മാർക്കറ്റ് പ്ലേസ് നടത്താനും ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മളെ കൂടുതലായിട്ട് ഫ്രെയിംവർക്കുകൾ കൊണ്ടെത്തിക്കാനും ബിൽഡ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു? സൈബർ സ്പേസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയുമാണ് സൈബർ സ്പേസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സൈബർ സ്പേസിൻ്റെ കമ്പോണൻസ് എന്നുള്ളത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡാറ്റ, ഇൻ്റർനെറ്റ്, നെറ്റ്വർക്ക് എല്ലാം തന്നെ സൈബർ സ്പേസിൻ്റെ കമ്പോണൻറ്റുകളാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈബർ സ്പേസ് ആണ്. Here are some of the key characteristics of cyberspace which include സൈബർ ഡെഫിനേഷൻ പാർട്ട് കഴിഞ്ഞു, മീനിങ് കഴിഞ്ഞു, കമ്പോണൻസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ബോർഡർലെസ്, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു സൈബർ സ്പേസ് എന്താണ്, ഒരു ബോർഡർലെസ് ആണ്. So while the contracting wide world area being strictly separated by the geographical boundaries, cyberspace is beyond the classification, does not have consideration of geographical location in its connectivity instantaneously. സോ നമ്മുടെ സൈബർ സ്പേസിന് എന്തില്ല, ഒരു ബോർഡർ ഇല്ല, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബിയോണ്ട് ബൗണ്ടറീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡർലെസ് കൊണ്ട് ഹൈ ലെവലായിട്ടുള്ള ഇൻ്റർനാഷണൽ കോഓപ്പറേഷനുകൾ നമുക്കൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു ഡ്രോബാക്ക് സൈബർ സെക്യൂരിറ്റി ചലഞ്ചസുകൾ വന്നു എന്നുള്ളതാണ് മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ്. ഒരു തരത്തിൽ ഇതൊരു ഗുണമുള്ള കാര്യമാണെങ്കിൽ പോലും മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് കൂടിയാണ് ബോർഡർലെസ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബോർഡർലെസ്. സെക്കൻഡ് വൺ, ഡൈനാമിക്സ്. Cyberspace is characterized by high strength arising from the technological innovation among the people who access it and the legal frameworks. സൈബർ സ്പേസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഹൈ സ്ട്രെങ്ത് ആണ് അതിനുള്ളത്. അതിൽ നിന്ന് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, പീപ്പിൾ അത് ആക്സസ് ചെയ്യുന്ന ലീഗലി ഉള്ള ഫ്രെയിം വർക്കുകൾ, ഇപ്പോൾ അറിയാം ഒരുപാട് ലീഗൽ ഫ്രെയിം വർക്കുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സൈബർ അറ്റാക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ലൈഫിൽ അല്ലേ. എന്തൊക്കെ സൈബർ അറ്റാക്കുകളാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ കണ്ടിന്യൂസ്ലി വരുന്നത് കൊണ്ട് ഒരു ഡൈനാമിക് ആയ ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന നിലയിൽ സൈബർ സ്പേസ് ചലഞ്ചസുകൾ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരുന്നു ഡൈനാമിക്സ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് accessible. The cyberspace idea is a comparison of it with the inhabitants of Earth. It's that anyone with an internet connection can for a long period without orders. However, the overall national level of digital infrastructure, social factors, governmental constraints are the possible issue for teaching the space of cyber for the some population.
അക്സസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്ന് ആക്സസ് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നും ഇൻഫർമേഷൻസ് എടുക്കാം, കളക്ട് ചെയ്യാം, റിസോഴ്സസ് എടുക്കാം. അത്തരത്തിലൊരു ഡെവലപ്ഡ് ആയ നാഷണൽ ലെവൽ ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്കിവിടെ സൈബർ സ്പേസിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അനോണിമസ്. The user of internet cannot be identified in the digital space because the anonymity of virtual presence allows them to know privately without disclosing their real name. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിജിറ്റൽ വേൾഡിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് അനോണിമസ് കോൾസ്, മെസ്സേജസ്, ഇമെയിൽസ്. ആരാ എന്താണെന്നറിയാതെ എവിടുന്നെങ്കിലും ഒരു അനോണിമസ് ആയിട്ട് കോളുകൾ വരിക, നമ്മുടെ ഹാക്ക് ചെയ്യും നമ്മുടെ അക്കൗണ്ടുകൾ. അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി തെഫ്റ്റ് പോലത്തെ സൈബർ ക്രൈമുകൾ ഡെയിലി ഇവിടെ വർദ്ധിച്ചു വരികയാണ്. ഓക്കെ, അതാണ് അനോണിമസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം സൈബർ സ്പേസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ഒരു ചലഞ്ചും കൂടിയാണ് അനോണിമസ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള അനോണിമിറ്റി നമ്മുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒട്ടും തന്നെ പ്രൈവസി ഇല്ല. നമ്മുടെ ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പേഴ്സും ഇമെയിലും ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് അല്ലേ. അപ്പം എന്താണ് നമ്മുടെ പ്രൈവസിയാണത് വയലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മോശം ആളുകൾക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറി വരികയും അവിടെ ആരെ എന്താണെന്നൊന്നും അവർക്ക് പ്രൊഫൈലൊന്നും ഉണ്ടാകത്തില്ല. അൺനോൺ ആയിട്ടുള്ള പ്രൊഫൈൽ കൂടെ നമ്മളെ മോശമായി കമൻറ്റ് ചെയ്യുകയും നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും നമ്മൾ സൈബർ അറ്റാക്കുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം അനോണിമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ സൈബർ സ്പേസിന് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ഹരാസ്മെൻറ്റും നമ്മുടെ സൈബർ ക്രൈമുകളും എല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് സൈബർ സ്പേസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. നമുക്കൊന്ന് എന്താണെന്ന് നോക്കാം ഒന്നും കൂടി. ഒന്നാമത്തേതായിരുന്നു ബോർഡർലെസ്, സെക്കൻഡ് വൺ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, തേർഡ് വൺ അക്സസിബിൾ ആണ്, അവസാനം പറഞ്ഞു അനോണിമസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ലെവൽസ് ഓഫ് സൈബർ സ്പേസ്. സൈബർ സ്പേസിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് ഞാനൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇമാജിനറി ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന കോർ സൈബർ സ്പേസ് ആണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ആ ഒരു കോർ സൈബർ സ്പേസിൽ എന്തൊക്കെ ഉണ്ടാവും? എല്ലാ തരത്തിലുള്ള ഓൾ ഇലക്ട്രോണിക് ഡിവൈസസുകളും ട്രാൻസ്മിഷൻ മീഡിയവും കണക്റ്റിംഗ് മീഡിയവും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ലെവലാണ് സൈബർ സ്പേസിൻ്റെ കോർ സൈബർ സ്പേസ്. ഇതിൻ്റെ ചുറ്റും കാണുന്നതാണ് എക്സ്റ്റൻഡഡ് സൈബർ സ്പേസ്. എക്സ്റ്റൻഡഡ് സൈബർ സ്പേസ് കവേഴ്സ് എവറിത്തിങ് ദാറ്റ് സറൗണ്ട് ദ കോർ. കോറുമായി സറൗണ്ട് ചെയ്ത എല്ലാ സാധനവും നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക് മീഡിയവും ട്രാൻസ്മിഷൻ മീഡിയവും കണക്റ്റഡ് മീഡിയവും എല്ലാം കവർ ചെയ്യുകയാണ് എക്സ്റ്റൻഡഡ് സൈബർ സ്പേസിൽ ചെയ്യുന്നത്. അപ്പം എനിബഡി ക്യാൻ ആക്സസ് കോർ ത്രൂ ദിസ് എക്സ്റ്റൻഡഡ് സ്പേസ്. അപ്പം ഈ ഒരു പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ സ്പേസ് എത്രത്തോളം ലെവലുകൾ വരെ ഉണ്ട്, എന്തൊക്കെ ലെവലിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മളെ സൈബർ സ്പേസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻ്റർനെറ്റും സൈബർ സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇതിൽ നമ്മൾ ഒരു ഡിഫറൻസ് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഡിസൈൻ ഓഫ് ഇൻ്റർനെറ്റ് റിസൾട്ട്സ് ഇൻ എ സൈബർ സ്പേസ് ബിൽറ്റ് ഔട്ട് ഓഫ് കമ്പോണൻസ്. അതുപോലെ സൈബർ സ്പേസിൽ വരുമ്പോൾ ഇറ്റ് ഇസ് എ സിംബോളിക് ആൻഡ് ഫിഗറേറ്റീവ് സ്പേസ് ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ ഇൻ്റർനെറ്റ്. സൈബർ സ്പേസിൽ എന്തുണ്ട്? ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട് അല്ലേ. ഇൻ്റർനെറ്റിൽ ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് സൈബർ സ്പേസിൻ്റെ കമ്പോണൻ്റ് ആയിട്ടാണ് ഇൻ്റർനെറ്റ് ഇരിക്കുന്നത്. പക്ഷേ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു സിംബോളിക് ആണ്, എക്സിസ്റ്റ് വിത്തിൻ ഇൻ്റർനെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡിഫറൻസ് ആണ് ഇറ്റ് പ്രൊവൈഡ് സർവീസ് ഡിസൈൻഡ് ടു ഫോർ മോർ കോംപ്ലക്സ് സർവീസസ്. എന്നാൽ സൈബർ സ്പേസിലേക്ക് വരുമ്പോൾ മൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ബിസിനസ്സുകളും ഗവൺമെൻറ്റും സോഷ്യൽ ഇൻട്രാക്ഷൻസും ത്രൂ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചുകളാണ് സൈബർ സ്പേസിൽ നടക്കുന്നത്. പക്ഷേ ഇൻ്റർനെറ്റിൽ അങ്ങനെയാണോ? അല്ല, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസുകളാണ് ഇൻ്റർനെറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2023 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അടുത്തത് 2023 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രൈവസി ഇൻ സൈബർ സ്പേസ്. സൈബർ സ്പേസിൽ പ്രൈവസിയെക്കുറിച്ച് 4 മാർക്കിന് വിശദീകരിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ 2023 ഇൻഫർമേഷൻ ടെക്നോളജി ലോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഇത്. അപ്പം നമുക്കിതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ പറയാം, 4 മാർക്കിന് എന്തൊക്കെ എഴുതാം എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമുക്ക് സൈബർ സെക്യൂരിറ്റി വയലേഷൻ ഉണ്ടാകുന്നു അല്ലേ, അതൊരു പ്രൈവസി വയലേഷനാണ്. പ്രൈവസി ഒരു സൈബർ സ്പേസിൽ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ തന്നെയാണ്. ആൻഡ് ഷേപ്പ് ബൈ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഡാറ്റ കളക്ഷൻ പ്രാക്ടീസിംഗ്, ഇവോൾവിംഗ് ലീഗൽ ലാൻഡ്സ്കേപ്പ്, പോസിംഗ് സിഗ്നിഫിക്കന്റ് ചലഞ്ചസ് ടു ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി. പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റിലേക്ക് അവരുടെ അവകാശങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് കടന്നു കയറി അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ സെക്യൂരിറ്റി നഷ്ടപ്പെടുത്തുമ്പോഴാണ് അത് എന്താവുന്നത്? സൈബർ സ്പേസിൽ പ്രൈവസി വയലേഷൻ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രൈവസിയിൽ വരുന്ന ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ പ്രൈവസി ഹാസ് അണ്ടർഗോൺ
സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഡ്യൂ ടു ദ റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്കൽ പെട്ടെന്നുണ്ടായ ചേഞ്ചുകൾ കൊണ്ട് എന്താണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്രൈവസിയെ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ റൈസ് ഓഫ് ദ ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ ഹാസ് ഇൻ്റർകണക്റ്റഡ് അവർ ലീവ്സ് ലീഡിങ് ടു ആൻ എക്സ്പൊട്ടൻഷ്യൽ ഇൻക്രീസ് ഇൻ ഡാറ്റ ജനറേഷൻ ആൻഡ് ഷെയറിംഗ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രൈവസിയുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? നമുക്ക് പുതുതായിട്ട് വന്ന സ്മാർട്ട് ഫോണുകൾ, ഇൻ്റർനെറ്റുകൾ, സോഷ്യൽ മീഡിയ, കണക്ടിവിറ്റികളെല്ലാം തന്നെ നമുക്ക് എന്താണ് നമ്മൾ മറ്റൊരു ജനറേഷനിൽ തന്നെ വാർത്തെടുത്തിരിക്കുന്നു അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രൈവസിയാണ്, സെക്യൂരിറ്റി വയലേഷനുകളാണ് കൂടുതലായി കണ്ടുവരുന്നത്. സൈബർ സ്പേസിൽ സൈബർ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ത്രെറ്റുകൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് സൈബർ സ്നൂപ്പിംഗ്. സൈബർ സ്നൂപ്പിംഗ് നമുക്കറിയാം, നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കാണുന്ന ആളാണല്ലേ. ഇപ്പോൾ ഓരോ സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ. അപ്പം ആ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറോ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യുകയാണെങ്കിലോ അത്തരത്തിലുണ്ടാകുന്ന ആഡുകൾ ഇപ്പം ചീറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നമ്മൾ മോണിറ്ററിൽ ഇപ്പം ഇമെയിലൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി സീക്രറ്റ്ലി നമ്മൾ അറിയാതെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു സ്പൈയെ വിടുകയാണ്. അത്തരത്തിലുള്ള ഒരു ത്രെറ്റാണ് എന്ത്? സൈബർ സ്നൂപ്പിംഗ്. ഇപ്പോൾ ഇമെയിൽ വഴിയൊക്കെ വരാം. നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് മെസ്സേജൊക്കെ അയക്കാം, ഓരോ ആഡുകളോ ഓഫറുകളൊക്കെ പറഞ്ഞ്. അതൊക്കെ എന്താണ്? സൈബർ സ്നൂപ്പിംഗ് ആണ്. ഓക്കെ. സെക്കൻഡ് വൺ, കോർപ്പറേറ്റ് എസ്പിനോജ്. ദ ഗ്രോവിംഗ് supercilious stakes game of corporate espionage is being played by individual, corporation and country worldwide. ലോകമെമ്പാടും ഒരു കോർപ്പറേറ്റ് എക്സ്പിനോജ് ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഇൻഡിവിജ്വൽസ് തമ്മിലും കോർപ്പറേറ്റ് തമ്മിലും കൺട്രീസ് തമ്മിലും എല്ലാം ഇത്തരത്തിലൊരു ത്രെറ്റ് നടക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഗെയിമൊക്കെ കളിക്കും അല്ലേ? എത്തിക്കലായിട്ടും അൺഎത്തിക്കലായിട്ടും ഒരുപാട് കേസുകളിലൊക്കെ ഡാറ്റാസും പൈസയൊക്കെ ഒപ്റ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും നടക്കുക. അത്തരത്തിലൊരു കോമ്പറ്റേറ്റീവ് ഫിസിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി നടത്തുന്ന ഒരു ത്രെറ്റാണ് കോർപ്പറേറ്റ് എക്സ്പിനേജ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് സൈബർ സ്റ്റോക്കിംഗ്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പോൾ അറിയാവുന്ന ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ അറ്റാക്കാണ്, സൈബർ ത്രെറ്റാണ് സൈബർ സ്റ്റോക്കിംഗ്. ഒരു ഇൻ്റർനെറ്റ് നമുക്കറിയാം, നമ്മുടെ വേൾഡ് ഗ്ലോബൽ മീഡിയമായി ഇൻ്റർനെറ്റിൽ ബൗണ്ടറീസ് ഇല്ലെന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു. അപ്പം സൈബർ സ്റ്റോക്കേഴ്സിന് കൂടുതൽ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, FB, അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ എല്ലാം തന്നെ ഡെയിലി എന്തൊക്കെ ചെയ്യുന്നു എന്ന് എപ്പോഴും കയറി വാച്ച് ചെയ്യുകയും നമ്മുടെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് ഡെയിലി അറിയുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? അവരൊക്കെ ശരിക്കും ആരാണ്? സൈബർ സ്റ്റോക്കേഴ്സാണ്. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യുന്ന, ഇപ്പം നമ്മുടെ പിക്ചർ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കുക, അഡ്രസ്സുകൾ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെന്താവും? സൈബർ സ്റ്റോക്കിംഗ് ആവും. ഓക്കെ. അടുത്തതാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വോയിസ് വെച്ചുകൊണ്ട് നമ്മൾ വോയിസ് മെയിലയക്കോ വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ത്രെറ്റ് ചെയ്യുകയാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് യൂസ് ചെയ്യുക. ഫിഷിങ്ങിനോടൊപ്പം തന്നെ സിമിലറായിട്ട് വരുന്ന മറ്റ് ത്രെറ്റുകളാണ് ഫിഷിംഗ്. ഫിഷിങ്ങും ഇതുപോലെ മറ്റൊരു തരത്തിലൊരു ആക്ടിവിറ്റിയാണ്. കാരിക്കേച്ചർ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ട് നമ്മളെ ഫോക്കസ് ചെയ്യും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിനകത്തുനിന്ന് ഒരു വൈറസ് എന്തെങ്കിലും ഉണ്ടാവും. അത് നമ്മുടെ കണക്ഷൻ മുഴുവൻ തന്നെ ഡാമേജ് ചെയ്ത് കളയും. അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് അപ്പോൾ ഓർക്കുക, വോയിസിലൂടെ ഫിഷിംഗ് ടെലഫോണിക്കായിട്ട് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആരാണ്? ഫിഷിംഗ്. ടെലഫോണിക് സ്കാമുകളാണ് ഇവരൊക്കെ. ഓക്കെ. ഫിഷിംഗ് വരുന്നത് എങ്ങനെയാണ്? കാരിക്കേച്ചർ മെസ്സേജസിലൂടെയോ അതുപോലെ എന്തെങ്കിലും ഓരോ ക്ലിക്ക് ചെയ്യുമ്പം ഓപ്പൺ ആകുമ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഡാമേജ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഫിഷിംഗ് വരുന്നത്. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഏതാണ് സൈബർ സ്പേസ് എന്ന് പറഞ്ഞ 2023 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനുകളിൽ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ. സൈബർ സ്പേസ് എന്താണെന്നൊക്കെ ഇതിൽ എഴുതാം. നമ്മൾ പ്രൈവസിയെക്കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ കൂടുതൽ പറഞ്ഞത്. സൈബർ സ്പേസിനെ കുറിച്ച് നമ്മൾ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പം അതും ഈ സംഭവങ്ങളോട് ആഡ് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമാക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈബർ സ്പേസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സൈബർ സ്പേസിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, പ്രോബ്ലം ചോദിച്ചാലും എല്ലാം തന്നെ സൈബർ സ്പേസ് എന്താണെന്ന് എഴുതാൻ സാധിക്കും. ലോലുവിൻ അക്കാഡമിയുടെ സൈബർ ലോ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ലോ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ട്യൂഷൻ വേണമെങ്കിൽ ലോലുവിൻ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.